രാഹുൽ ശ്രീ വേണു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അംഗീകരിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ സുമോട്ടോ എടുത്ത കേസാണ്, അത് അംഗീകരിക്കാൻ അങ്ങ് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരെ ഓർത്തതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ യഥാർത്ഥത്തിൽ ചെയ്തത് ജയമാലയുടെ വീട്ടിൽ പോയി ജയമാലയ്ക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ശേഷം ശബരിമലയെ വന്ന് ഇത് താൻ ദൈവത്തെ വെച്ച് അല്ലെങ്കിൽ പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചതാണെന്ന് കള്ളം പറഞ്ഞ് അവിടുത്തെ റോപ്പ് വേ കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ശ്രമിച്ചതാണ്. അപ്പൊ താങ്കൾ അടക്കമുള്ള പ്രമുഖ മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി ഞാൻ അടക്കമുള്ളവർ നേരിട്ട് വന്ന് കാണുകയും അത് പൊളിക്കാനും ഒക്കെ കഴിയും. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ സാധാരണ ഭക്തർക്ക് ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. ഭക്തർക്ക് ഈ സേക്രഡ് റെലിക്സ് അല്ലെങ്കിൽ സേക്രഡ് സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏകദേശം 4.541 കിലോഗ്രാം കുറഞ്ഞു എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിന്റെ ചെയിൻ ഓഫ് കസ്റ്റഡി 39 ദിവസം, എന്തുകൊണ്ട് ഇത് ചെന്നൈയിൽ എത്തിയില്ല, ആ ഗ്യാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനം 1999 ഗോൾഡ് ഇല്ലായിരുന്നു എന്നൊരു വാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അന്നത്തെ രജിസ്റ്റർ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ 30 കിലോഗ്രാം സ്വർണത്തോളം അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് എല്ലാ ലഭ്യമായ സോഴ്സസിൽ നിന്നും വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒരു സമഗ്രാന്വേഷണം വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് കേൾക്കുക മാത്രമല്ലേ വഴിയുള്ളൂ. അതാണ് ലോ ഓഫ് ദി ലാൻഡ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു സീരിയസ്നെസ്സോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അവധാനതയോടെ കൈകാര്യം ചെയ്യുക. പിന്നെ വടംവലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. പക്ഷെ അതിനപ്പുറം ഈ വിഷയത്തിൽ ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടാതെ മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന ശ്രമകരമായ ജോലിയാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനുള്ളത്. അതുമായി മുമ്പോട്ട് പോകണം. ഇത് രാഷ്ട്രീയം എയും ബിയും സിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. പക്ഷെ അതിനപ്പുറം സാധാരണ ഭക്തർ വിശ്വസിച്ചാണ് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചകൾ നേടുന്നത്, കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ആ രീതിയിൽ വിശ്വാസവും വിശ്വാസ്യതയും കാക്കാൻ ദേവസ്വം ബോർഡിനാണ് പ്രൈം റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ പ്രധാന ഉത്തരവാദിത്വവും പ്രഥമ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണ്. ക്ലാരിറ്റിയോടെ വരണം. ഒരുപാട് ലാപ്സസ് എന്ന് കോട്ട് ചെയ്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ലാപ്സുകളെ ശങ്കരൻ അടക്കമുള്ള ഒരു ജഡ്ജിയെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ മറ്റും തയ്യാറാക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ വിഷയം ഗൗരവമായി എടുക്കണം. നമ്മുടെ തിരുപ്പതി ലഡുവിനെ സംബന്ധിച്ച് ഇതേപോലെ വലിയൊരു വിവാദം ഉണ്ടായി. അവർ ആ നാട്ടുകാർ ഒരുമിച്ച് നിന്ന് ആ വിഷയം ഹാൻഡിൽ ചെയ്തതുപോലെ നമ്മുടെ ശബരിമലയുടെ വിഷയം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്ന് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഒറ്റ കാര്യം കൂടി രാഹുൽ, കേൾക്കാമല്ലോ അല്ലേ ഞാൻ ചോദിക്കുന്നത്? രാഹുൽ കേൾക്കാമോ? കേൾക്കാം. രാഹുൽ, ഒരു കാര്യം കൂടി. ഇവിടെ ഈ റോപ്പ് വേയുടെ കാര്യവും ഈ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ കള്ളക്കച്ചവടത്തിനുള്ള അയാൾ നടത്തിയ നീക്കങ്ങളും ഒക്കെ ഇവിടെ നാം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊത്തം രീതികൾ കണ്ടിട്ട് അയാളും ഒരു തട്ടിപ്പുകാരനാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയില്ലേ? കാരണം ഇവിടെ ശ്രീത്തും പറയുകയുണ്ടായി വ്യാജ ശബരിമലയുണ്ട് എന്ന്. ഇത്തരക്കാരെന്താ ചെയ്യുക? ഈ സ്വർണ്ണപ്പാളി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പീഠം ഉണ്ട് എങ്കിൽ, ഇത് വെച്ചുകൊണ്ട് എത്ര കാണിക്ക സമ്പാദിക്കാം? കോടികൾ കൊണ്ട് സമ്പാദിക്കാം. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടൊരു വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അത്തരമൊരു തട്ടിപ്പ് വീരനാണോ ഈ ഭക്തനായി അവതരിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി? അതിനാണോ ഇയാൾ ഇത് എടുത്തുകൊണ്ട് പോവുകയും തിരിച്ചു കൊണ്ടുവരികയും അവിടെ കാണാനില്ല, ഇവിടെ ഇല്ല, ഇപ്പോഴാണ് അറിഞ്ഞത്, ഉടനെ ഞാൻ അമ്മ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ആ വീട്ടിൽ വെച്ചില്ല, സഹോദരിയുടെ വീട്ടിൽ ഷീൽഡ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, വ്യക്തിപരമായി അറിയില്ല. പല അഭിപ്രായങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്, നല്ലതും അല്ലാത്ത കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം. അദ്ദേഹം പറയുന്നതിലെ പല കാര്യങ്ങളും സംശയം ജനിപ്പിക്കുന്ന രീതിയാണ്. ഉദാഹരണം, 25-ാം തീയതിയാണ് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മറച്ചു വെച്ചു തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പിന്നീട് എന്ത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹം വന്നത്, എന്താണ് ഈ യാർഡ് സ്റ്റിക്ക്? ഇപ്പം വിജയ് മല്യ ലോക പ്രശസ്തനായ, അല്ലെങ്കിൽ അന്ന് ഇന്ത്യ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഓൺട്രപ്രണറും ബിസിനസ്സുകാരനുമായിരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എന്ത് മാനദണ്ഡത്തിലാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. എനിക്ക് തോന്നുന്നില്ല നമുക്ക് വ്യക്തികളെ ടാർഗറ്റ് അല്ലെങ്കിൽ വ്യക്തികളെ പറയുന്നതല്ല, അതിനപ്പുറം എന്ത് സംവിധാനമാണ്, പ്രോസസ് ആൻഡ് പ്രൊസീജിയർ, സംവിധാനം പരിശോധിക്കാൻ നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ അവസരങ്ങളും അവകാശങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇത്തരം തട്ടിപ്പ് വീരന്മാർ വന്ന് പണമടിച്ചുകൊണ്ട് പോകാനുള്ളൊരു വേദിയായി ശബരിമലയെ എടുക്കുന്നതാണ് പ്രധാനമായും കാണേണ്ടത്.